Join the legacy of excellence at Little Flower Engineering Institute, Kalamasheri, offering NCVT and ATP courses. Little Flower Engineering Institute, Kalamasheri. 2009 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ സൗത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി 4ാം തവണ വിജയിച്ചു വന്ന നേതാവാണ് ദേവേന്ദ്ര ഫഡ്നാവിസ്. നിലവിൽ ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ വിജയം വലിയ ക്രമക്കേടിലൂടെയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ സുപ്രീം കോടതിക്ക് കൈമാറുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സുപ്രീം കോടതിയുടെ നിർണായക വിധി കൂടി വരുമ്പോൾ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടേക്കാമെന്നുള്ളത് മഹാരാഷ്ട്രയിലെ നിരവധിയായ ചാനലുകൾ വ്യക്തമാക്കുകയാണ്. ഇതിനോടകം തന്നെ ഗോദി മീഡിയകളിൽ പലതിലും സംശയത്തിന്റെ മുൾമുന ഉയർത്തുന്ന ചോദ്യങ്ങൾ വരുന്നുവെങ്കിലും അതെല്ലാം ഒരു വൺ സൈഡഡ് രീതിയിലായിരുന്നു. അതായത് ഇതെല്ലാം മനഃപൂർവ്വം BJPയുടെ വിജയത്തെ കുറച്ചു കാണിക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തുന്ന ശ്രമമാണ് എന്ന് പറഞ്ഞായിരുന്നു വന്നത്. എന്നാൽ ആ വാർത്തയിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കിയതോടുകൂടി സംഗതി അവരുടെ കൈവിട്ടുപോകുമെന്ന് മനസ്സിലാക്കിയതോടുകൂടി പത്തിമടക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ നിരവധിയായ മണ്ഡലങ്ങളിലുണ്ടായ തിരിമറിയും വോട്ടർ പട്ടികയിൽ 70 ലക്ഷത്തോളം വോട്ടുകൾ അധികമായി 5 മാസത്തിനിടയിൽ ചേർത്തതും ഇത് രണ്ടും വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ പത്രസമ്മേളനം വിളിച്ച് തെളിവ് സഹിതം മാധ്യമപ്രവർത്തകർക്ക് കൈമാറിയത്. എന്നിട്ടും പല രീതിയിലും അതിനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിന്റെ പാർട്ടിയെ പരിപൂർണമായി പരാജയപ്പെടുത്താൻ ഈ ഒരു പ്ലാൻ നടത്തുകയാണ്. അതായത് വോട്ടർ പട്ടികയിലെ തിരിമറിയും EVM ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുമെന്ന് രാഹുൽ ഗാന്ധിയുടെ തുറന്ന കത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ജ്ഞാനേഷ് കുമാർ വ്യക്തമാക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായ ജ്ഞാനേഷ് കുമാറിനെ തെരഞ്ഞെടുത്തത് പോലും നീതിയുക്തമായി അല്ല എന്ന് വാദിച്ച ആളാണ് രാഹുൽ ഗാന്ധി. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ജ്ഞാനേഷ് കുമാറിന് ഒരു വിലയും സമൂഹത്തിൽ പ്രതിപക്ഷം കൊടുക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നിട്ടും ജ്ഞാനേഷ് കുമാർ അപകടം മനസ്സിലാക്കിയാണ് രാഹുൽ ഗാന്ധിയെ നേരിട്ട് ചർച്ചയ്ക്ക് വിളിക്കുന്നത്. ഇല്ലെങ്കിൽ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല. അത് പ്രതിപക്ഷം ബഹിഷ്കരിച്ചാൽ അനിശ്ചിതകാലത്തേക്ക് പോകും. കെയർ ടേക്കറായി നിതീഷ് കുമാർ അവിടെ ഇരിക്കേണ്ടി വരും. BJPയുടെ സർവ്വകളികളും പൊളിയുമെന്ന് മാത്രമല്ല, BJP ആഗ്രഹിക്കുന്നത് 2025 ഒരു BJP മുഖ്യമന്ത്രി ഭരിക്കണമെന്നതാണ്. എങ്ങനെയാണോ ഏക്നാഥ് ഷിൻഡെയെ ഒതുക്കി ദേവേന്ദ്ര ഫഡ്നാവിസിന് ചെങ്കോലും കിരീടവും കൊടുത്തത്, അതേ മോഡലിൽ ബീഹാറിൽ ഒരു അട്ടിമറിക്കാണ് BJP ശ്രമിക്കുന്നത്. അത് നിതീഷിന് ബോധ്യപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം BJP മത്സരിക്കാൻ പോകുന്ന മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണം ശക്തമാകുന്നത്. ഐക്യ ജനതാദളിന് കൊടുത്ത സീറ്റുകളിൽ ഒന്നും BJP ആ നോട്ടമിട്ടിട്ടില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടണം, സഖ്യകക്ഷിക്ക് സീറ്റ് കിട്ടണ്ട എന്ന ദുരാഗ്രഹം കൂടി അവർക്കുണ്ട്. അതേസമയം മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയായ ഫഡ്നാവിസിന്റെ മണ്ഡലത്തിൽ 29,000-ഓളം വോട്ടുകൾ കള്ളവോട്ടുകളാണ് എന്ന് വ്യക്തമാക്കുന്ന തിരിമറിയാണ് ഇപ്പോൾ കൈയോടെ പിടികൂടിയിരിക്കുന്നത്. സുപ്രീം കോടതിക്ക് ഇത് വേണമെങ്കിൽ റദ്ദാക്കാം. തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയാൽ ദേവേന്ദ്ര ഫഡ്നാവിസിനെ രാജിവെക്കേണ്ടി വരും. ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും. പക്ഷേ അതിനേക്കാൾ പ്രാധാന്യമെന്നത് നാഗ്പൂർ സൗത്ത് വെസ്റ്റിൽ നിന്നും ഫഡ്നാവിസിനെ രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായാൽ ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ കൂടെ ഏക്നാഥ് ഷിൻഡെ നിൽക്കില്ല. ഈ അവസരം ഷിൻഡെ പരമാവധി പ്രയോജനപ്പെടുത്തും. മുഖ്യമന്ത്രി സ്ഥാനം കൈവിട്ടതിന്റെ എല്ലാ രോഷവും കാണിക്കുന്ന വ്യക്തിയാണ് ഏക്നാഥ് ഷിൻഡെ. ഷിൻഡെയെ സംബന്ധിച്ചിടത്തോളം തന്നെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞ BJPയോട് കണക്ക് തീർക്കാൻ പറ്റിയ ഒരു നിമിഷം കൂടിയാണ് കോൺഗ്രസ് ഒരുക്കി കൊടുത്തിരിക്കുന്നത്.